ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ഒരു ഡെസേർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളിത് ക്യാരറ്റ് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 മീഡിയം സൈസ്ഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഒന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/4 കപ്പോളം മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവുമേ. പിന്നീട് ആ സ്വീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ക്യാരറ്റിൻ്റെ പേസ്റ്റ് നന്നായിട്ട് ആ നെയ്യിലിട്ടൊന്ന് വാട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മിൽക്കിൽ നന്നായി തന്നെ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ദേ നമ്മൾ ചേർത്ത പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ആ ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റും മിൽക്കും കൂടി ആയിട്ട് റവ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പാനിൽ നിന്നും വിട്ട് വരുന്നത് വരെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടെക്സ്ചറിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. പാനിൽ നിന്നും നന്നായി തന്നെ വന്ന ശേഷമാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് തണുക്കുന്നതിനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ. ഇനി അത് നന്നായി തണുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ദേ നമ്മുടെ ആ ഒരു മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ബട്ടറോ നെയ്യോ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ആ ഒരു മിക്സിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കണേ. അപ്പോൾ ദേ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കൈ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് മുഴുവൻ നമ്മൾ ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മളിവിടെ മുഴുവൻ ബോൾസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൾസൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിനകത്ത് ചെറിയ ചെറിയ സ്ക്രാച്ച് ഒന്നും വീഴാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കണേ. അങ്ങനെ ദേ നമ്മുടെ ക്യാരറ്റ് ബോൾസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ക്യാരറ്റ് ബോൾസൊക്കെ നമ്മൾ ആ കേക്ക് ടിന്നിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു 10-15 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡലി ചെമ്പിൽ വെച്ചാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കേക്ക് ടിൻ അതിന് മുകളിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുള്ള ബോൾസ് തന്നെയാണ്. ഇത് നന്നായി സോഫ്റ്റ് ആവാനായിട്ടാണ് കേട്ടോ നമ്മൾ ആവിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3/4 കപ്പോളം മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇല്ലെങ്കിൽ വാനില എസൻസ് ആണെങ്കിലും നമ്മൾ അതിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഡ്രോപ്പോളം വാനില എസൻസ് ആണെങ്കിലും ആഡ് ചെയ്താൽ മതി. ഇനി അത് സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ക്യാരറ്റ് ബോൾസ് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിൽക്കിന് ചെറിയൊരു തിക്നെസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂണോളം മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്ത് മിൽക്ക് മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു ടൈമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് കട്ട കെട്ടാതിരിക്കുകയുള്ളേ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ മിൽക്ക് മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അത് നന്നായി തന്നെ ഒന്ന് തണുപ്പിച്ച് കഴിക്കാം. തണുപ്പിക്കാതെയും കഴിക്കാവുന്നതാണ്. എങ്കിലും തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. അങ്ങനെ ദേ നന്നായി തണുത്ത ആ ഒരു സ്വീറ്റിലേക്ക് നമ്മൾ കുറച്ച് പിസ്താഷ്യോയും കാഷ്യൂവും ബദാമും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബോൾസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോൾസ് എടുത്ത് മാറ്റി വെച്ച് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ദേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ പിള്ളേരുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.